ഹലോ, വെൽക്കം ടു അവർ ചാനൽ FOUSI'S കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അത് ഈന്തപ്പഴം ക്യാരറ്റ് ഇട്ടിട്ടുള്ള നല്ലൊരു കേക്ക്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ കേക്കിൻ്റെ പേര് പോലെ തന്നെ ഈന്തപ്പഴം ക്യാരറ്റുമാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. അത് ഞാനിവിടെ ഒരേപോലെ അളവിലാണ് ക്യാരറ്റും ഈന്തപ്പഴം എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഒരു കപ്പ് ഈന്തപ്പഴം ചെറുതാക്കി മുറിച്ചതും ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് ഷുഗർ കാരമൽ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സൈഡിലേക്കൊക്കെ ആക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇത് മിക്സ് ചെയ്യാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ താഴ്ഭാഗത്തൊക്കെ ഇതുപോലെ മെൽറ്റായിട്ട് ഇതുപോലെ കളർ ചേഞ്ചായി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി പഞ്ചസാരയൊക്കെ ഉരുകി ഈ ഒരു കളറായിട്ട് വരും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിളച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ പെട്ടെന്ന് മേലേക്കൊക്കെ തെറിക്കും. അതുകൊണ്ട് നീങ്ങി നിന്നിട്ട് ഒരു 3/4 കപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ശരിയാക്കാം. അപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് മൈദയും പിന്നെ ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അത് രണ്ടും ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുകപ്പട്ട പൊടിച്ചത് 1/2 ടീസ്പൂണും കൂടെ ഇട്ടത് നന്നായി മിക്സ് ചെയ്ത് അരിച്ച് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈന്തപ്പഴവും ക്യാരറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ചെറിയതാക്കി മുറിച്ചിട്ടുള്ള ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇടുക. ഇനി ഇതിലേക്ക് നട്ട്സ് വേണം. അപ്പോൾ ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബദാം കുറച്ചിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും. ഇതൊന്നും നിർബന്ധമല്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ഇടുമ്പോൾ ഒരു ഇത്തിരി കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 4 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് നേരെ ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ താഴ്ഭാഗത്ത് വന്ന് കെടുക്കുള്ളൂ. അപ്പോൾ കേക്കിൽ മേലെ ഒന്നും നമുക്കിത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് കേക്കിൽ നട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ വരും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ വാനില എസൻസ്. നമ്മൾ 1.5 കപ്പ് മൈദയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ആദ്യം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു പകുതി ഇങ്ങനെ ബീറ്റായി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര വേണം. 1/2 കപ്പ് പഞ്ചസാര നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടി ആവശ്യം. ഒരു മൊത്തം 1.25 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് മുഴുവനും ഇട്ടാലും അത് ബീറ്റായി വരില്ല. അപ്പോൾ ഇതുപോലെ ക്രീമായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കുറച്ച് ഒഴിച്ച് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, കാരമൽ, അത് ഇപ്പോൾ ചൂടാറിയതിന് ശേഷം അത് ഇപ്പോൾ 3/4 കപ്പ് ഉണ്ട്. അത് മുഴുവൻ ഒഴിക്കരുത്, കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് 3/4 കപ്പ് മുഴുവൻ ഒഴിച്ചിട്ടില്ല, ഒരു 1/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ബാറ്റർ ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദ മിക്സ് കുറച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ചെയ്യുന്നത്. ഇത്തിരി വലിയ പാനിലാണ് ഞാനത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിന് വേണ്ടി നമുക്ക് ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈന്തപ്പഴവും ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ കുറച്ചിട്ടിട്ട് അതും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മുഴുവനിട്ട് സ്പീഡിൽ മിക്സ് ചെയ്താൽ ഇത്
ബാറ്ററൊക്കെ ലൂസായി പോകും. അതുകൊണ്ട് കുറച്ച് ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഇടുക. അങ്ങനെ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓവൻ 150 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത്തിരി നീളത്തിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം ഗ്രീസ് ചെയ്തിട്ട് ഇതിൽ ബട്ടർ പേപ്പർ വെച്ച് വീണ്ടും എല്ലായിടത്തും ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കുക. പിന്നെ സൈഡിൽ ഞാൻ ഇതുപോലെ ഫോയിൽ പേപ്പർ ഒരു 4 ഷീറ്റ് എടുത്തിട്ട് അതും സൈഡിൽ ഇതുപോലെ പൊതിഞ്ഞിട്ടുണ്ട്. ഞാൻ അടിഭാഗവും സൈഡൊന്നും കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാറ്റർ കണ്ടോ, ഈ ഒരു കട്ടി ഉണ്ടാവണം, അധികം ലൂസായി പോകരുത്. അപ്പോൾ 1/2 കപ്പ് ഷുഗർ കാരമൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, 1/4 കപ്പ് ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ കേക്ക് ടിന്നൊക്കെ ആണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 50 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്താലും കറക്റ്റ് പാകമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൽ ഓവനിൽ വെച്ചിട്ട് ഇനി 150 ഡിഗ്രിയിൽ തന്നെ 40 മിനിറ്റാണ് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 40 മിനിറ്റിലായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും 5-10 മിനിറ്റ് കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 40 മിനിറ്റ് ശേഷം കേക്ക് നന്നായി ബേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഉള്ളിൽ നമുക്കൊന്ന് വല്ല സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ അറിയാം ഉള്ളിൽ വെന്തിട്ടുണ്ടോയെന്നില്ലെങ്കിൽ 10 മിനിറ്റും കൂടെ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്ത് ഇനി ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. കരിഞ്ഞിട്ടൊന്നുമില്ല, ഫോയിൽ പേപ്പർ വെച്ചാൽ സൈഡൊന്നും കരിയാണ്ട് നല്ല ഇതിൽ നമുക്ക് കിട്ടും. ഇത്തിരി കട്ടിയുള്ള പാനാണെങ്കിൽ ഫോയിൽ പേപ്പർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ ഓവനിൽ വെച്ച് കൊടുക്കാം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനായ കാരണം ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കണം. ഇനി നമുക്ക് വേറൊരു ബോർഡിലേക്ക് ഇത് കമഴ്ത്തി തട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ ഉരിഞ്ഞെടുക്കുക. ഇനി നമുക്കൊരു കഷ്ണം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കേക്ക് മുഴുവൻ പൊടിഞ്ഞു പോകും. പിന്നെ ഈ കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഇപ്പോൾ കണ്ട ഉള്ളിൽ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സും അതുപോലെ ക്യാരറ്റും ഈന്തപ്പഴമൊക്കെ നന്നായി വെന്ത് അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിനേക്കാളും ടേസ്റ്റാണ് ഈ കേക്ക്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എപ്പോഴും ക്രീം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് അതിനേക്കാൾ നല്ല ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് 3-4 ദിവസമൊക്കെ എടുത്തു വെച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. Thank you.